അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം കേരളത്തിലെ CPIM എത്തിപ്പെട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMൽ നിന്ന് പതിവിന് വിപരീതമായി ഒരുപാട് നേതാക്കൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റ് പല മുന്നണികളിലും മത്സരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുധാകരൻ എന്ന് പറയുന്ന അവരെ പഴയ പോളിറ്റ് ബ്യൂറോ മെമ്പറും CPIMൻ്റെ മുതിർന്ന നേതാവുമായ സുധാകരൻ്റെ മാറ്റാണ്. അദ്ദേഹം വീണ്ടും അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ് UDFൻ്റെ ബാനറിൽ. അദ്ദേഹം പാർട്ടി മാറിയതോടുകൂടി പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള അവരെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ബാലനടക്കമുള്ള ആളുകളെ പരാമർശങ്ങൾ കേട്ടില്ല. ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞു ആരെ ഒറ്റപ്പാലം മത്സരിക്കുന്ന PK ശശി ആരാ ഈ അടുത്തുവരെ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ CPIMൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ KTDC ചെയർമാനായിരുന്ന ആളാണ് ശശി. ആ ശശിയെ പാർട്ടി മാറി UDFൻ്റെ സ്ഥാനാർത്ഥിയായതോടുകൂടി അദ്ദേഹം വർഗവഞ്ചകനായി. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന ഗോവിന്ദൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഗോവിന്ദൻ കണ്ണൂരിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം അവിടെ മത്സരിക്കാനുണ്ടായ കാരണം MV ഗോവിന്ദൻ്റെ ഭാര്യയെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ കൊണ്ട് പാർട്ടിയുടെ അനന്തരാവകാശിയായിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് എഴുന്നള്ളിക്കുന്ന പോലെ MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി PK ശ്യാമള എന്ന് പറയുന്ന സ്വന്തം ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഒരുപാട് മുതിർന്ന പാർട്ടി നേതാക്കൾ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വാർത്ഥ താല്പര്യത്തിനോടെ കെട്ടിയിറക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായി ആര് ഗോവിന്ദൻ, ഗോവിന്ദൻ. ആ ഗോവിന്ദനെ വിളിച്ചത് കെട്ട തക്കാളി എന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിളിച്ച കെട്ട തക്കാളി എന്ന്. TP കുലംകുത്തി എന്ന് വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. CPMൽ നിന്ന് ആരെങ്കിലും UDFലേക്ക് പോയാൽ മാത്രമേ ഈ പച്ചത്തെറിങ്ങൾ കേൾക്കൂ. അതേസമയം നാട്ടികയിലെ സിറ്റിംഗ് MLA മുകുന്ദൻ BJPയിലേക്ക് പോയി. അവിടെ BJPൻ്റെ സ്ഥാനാർത്ഥിയായി. ആരും കെട്ട തക്കാളി എന്ന് വിളിച്ചിട്ടില്ല, ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, വർഗവഞ്ചകൻ എന്ന് ആക്ഷേപിച്ചിട്ടില്ല. വൈക്കത്തെ മുൻ MLA K അജിത്ത് BJPയിലേക്ക് പോയി. ഇത്തവണ വൈക്കത്ത് മത്സരിക്കുന്നുണ്ട്. ആരും ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, വർഗവഞ്ചകനെന്ന് ആക്ഷേപിച്ചിട്ടില്ല, കെട്ട തക്കാളി എന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി ദേവികുളത്ത് മുൻ MLA ഉണ്ട് CPMൻ്റെ S രാജേന്ദ്രൻ. അദ്ദേഹം കുറേ തവണയായി മാറും എന്ന് പറഞ്ഞപ്പോൾ അവസാനം അതും ചാണകക്കുഴിയിൽ ചാടി. പക്ഷേ അപ്പോഴും ആരും വിളിച്ചിട്ടില്ല. BJPക്ക് വേണ്ടി മത്സരിച്ചിട്ട് പോലും ആരും എന്ത് വിളിച്ചിട്ടില്ല, ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, വർഗവഞ്ചകൻ എന്ന് വിളിച്ചിട്ടില്ല, കുലംകുത്തി എന്ന് വിളിച്ചിട്ടില്ല, കെട്ട തക്കാളി എന്ന് പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ CPMൽ നിന്ന് ആരെങ്കിലും UDFയിലേക്ക്, കോൺഗ്രസ്സിലേക്കോ ലീഗിലേക്കോ പോയാൽ മാത്രമാണ് ഈ തെറിവിളികൾ കേൾക്കേണ്ടി വരിക. BJPയിലേക്ക് പോയാൽ നമ്മൾ തെറി വിളിക്കാറില്ല. നമ്മളവർക്ക് ഉന്നത പദവികൾ കിട്ടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വല്ല കേന്ദ്രമന്ത്രി സ്ഥാനമോ വല്ല ഉയർന്ന പദവികളോ കിട്ടുകയാണെങ്കിൽ അവരെ നമ്മൾ കേരള ഹൗസിൽ പോയിട്ട് സ്വീകരിക്കും. അതാണ് നമ്മളെ പാരമ്പര്യം. നമ്മളവർക്ക് സ്വീകരണം കൊടുക്കും, അവർക്ക് മാലട്ട് കൊടുക്കും, അവർക്ക് നല്ല അടിപൊളി ഭക്ഷണം കൊടുക്കും കേരള ഹൗസിൽ വെച്ചിട്ട്. അൽഫോൻസ് കണ്ണന്താനം അതിന് ഉദാഹരണമാണ്.